ഇന്ന് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2ാമത്തെ യൂണിറ്റ് 2ാമത്തെ പാഠമായ കടങ്കഥ വായിച്ചു നോക്കാം. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാർ, അതായത് നമ്മുടെ നാടോടിക്കഥകളും ഐതിഹ്യങ്ങളും. ഇത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നതാണ്. കടങ്കഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഒരു കഥ വായിക്കാം. ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ്. പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്നു നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ. കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ. അവയിൽ പലതും ഏറെ രസകരവും. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛൻ്റെ ചുറ്റും തടിച്ചുകൂടും. കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ്. മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും. കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട്. തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും, ഞെട്ടില്ല വട്ടയില? പപ്പടം? ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം. മുറ്റത്തെ ചെപ്പി നടപ്പില്ല. കിണർ? ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട. കടുക്? കാള കിടക്കും കയറോടും. മത്തനും മത്തൻ ചെടിയും. അടിക്കാത്ത മുറ്റം. ആകാശം. ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി. കൈതച്ചക്ക. കറിക്കു മുമ്പൻ ഇലയ്ക്കു പിമ്പൻ. കറിവേപ്പില. കിക്കിലിക്കും കിലിക്കിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. താക്കൽക്കൂട്ടം. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി. പല്ല്. കടങ്കഥ ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു. എല്ലാറ്റിനും എടുപിടീന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു. മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു. മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ. എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, നിങ്ങളെല്ലാം മിടുക്കരാണ് കേട്ടോ. നിങ്ങളോട് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒറ്റയൊരെണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ? മുത്തച്ഛൻ ചോദിക്കേ, ഞങ്ങൾ പറയാം. എങ്കിൽ കേട്ടോളൂ. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. ഉത്തരം പറ. മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ, ഞങ്ങൾക്ക് വ്യക്തമായില്ല, കുട്ടികൾ ആവശ്യപ്പെട്ടു. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. ഉത്തരം പറ. കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. അവർ പരസ്പരം നോക്കി. ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല. ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു. മുത്തച്ഛനാണെങ്കിൽ വിജയിയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നു കരുതി ഒരു വിരുദ്ധൻ പറഞ്ഞു, ഉത്തരം ഞാൻ പറയാം. ആന. അതു ശരി. തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ? മുത്തച്ഛൻ ചോദിച്ചു. നാണിച്ചു പൊളിച്ച് അവൻ തല താഴ്ത്തി. മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു. ഞങ്ങൾ തോറ്റു. ഇനി മുത്തച്ഛൻ ഉത്തരം പറ, കുട്ടികൾ പറഞ്ഞു. ഉത്തരം പറ, മുത്തച്ഛൻ ആവർത്തിച്ചു. ഞങ്ങൾക്കറിയില്ല, ഉത്തരം പറ. ഉത്തരം പറ. ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ? കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ എന്തിനാ നിങ്ങളെ കളിയാക്കണേ? ഉത്തരം പറന്നു വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണെന്ന്. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ഇച്ഛ പിടിച്ചു. അപ്പോൾ ഈ കടങ്കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഉത്തരം പറയാണെന്ന്. പറ എന്ന് വെച്ചാൽ നെല്ലൊക്കെ അളക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഇനി കടങ്കഥ ചന്തം. ആന കേറാമലയിലാളു കേറാമലയിലായിരം കാന്താരി പൂത്തിറങ്ങി. ഉത്തരം പറയാമോ? എന്താണ് ഉത്തരം? നക്ഷത്രം എന്നാണ് അതിൻ്റെ ഉത്തരം. ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം. ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ. വെണ്ണയെ കണ്ടോരു കണ്ണൻ താനം നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ.
ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കൂ. കടങ്കഥകൾക്ക് ഒരേ താളവുമാണ് അല്ലേ, ഒരേ താളമാണ്. പിന്നെ ഈണത്തിൽ ചൊല്ലാം. പിന്നെ അക്ഷരങ്ങളെല്ലാം ആവർത്തിച്ച് വരുന്നുണ്ട്, ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ കടങ്കഥകളുടെ സവിശേഷതകളാണ്. കടങ്കഥ പയറ്റ്. കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കൂ. മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കഥ പയറ്റ് പോലെ ക്ലാസ്സിൽ ഒരു കടങ്കഥ പയറ്റ് നടത്തൂ. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും കടങ്കഥകളൊക്കെ ശേഖരിച്ച് മുത്തച്ഛനും കുട്ടികളും അവതരിപ്പിച്ചതുപോലെ അവതരിപ്പിക്കുക. കഥയിലും കടങ്കഥ. വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അതിഥി പറഞ്ഞു, ഊണിന് 108 കൂട്ടം കറി വേണം. ഊണ് കഴിഞ്ഞാൽ 3 ആളെ തിന്നണം, 4 ആൾ ചുമക്കണം. ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റിക്കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു. അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം, കുളിച്ചു വരാൻ പറയൂ. മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക? അറിയേണ്ടേ? കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട്, കണ്ടെത്തി വായിക്കൂ. ആ കഥയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുമല്ലോ. കുറിപ്പ് നോട്ടായിട്ട് ഇട്ടുതരാം. അടുത്തത് കടങ്കഥയിലെ ഭാഷ. കടങ്കഥയിലെ ഭാഷ എന്താണ്? സാധാരണ ഭാഷ. മുറ്റത്തെ ചെപ്പി നടപ്പില്ല, കിണർ. കൊക്കിരിക്കും കുളം വറ്റി വറ്റി, കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക. മുറ്റത്തെ ചെപ്പി നടപ്പില്ല കടങ്കഥ, അതിൻ്റെ ഉത്തരം കിണർ. കൊക്കിരിക്കും കുളം വറ്റി വറ്റി, അതായത് അതിൻ്റെ ഉത്തരം കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നെ മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, അതിൻ്റെ ഉത്തരം കയ്പയ്ക്ക. മറ്റു ചില കടങ്കഥകളെ കൂടി ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതാമോ? സാധാരണ ഭാഷയ്ക്കും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ചർച്ച ചെയ്തു കണ്ടെത്തൂ. ഉത്തരം 1. ശൈലി. കടങ്കഥയിലെ ഭാഷ സാഹിത്യപരവും ആകർഷകവുമാണ്. അതേസമയം സാധാരണ ഭാഷ ലളിതവും പ്രായോഗികവുമാണ്. 2. പദപ്രയോഗം. കടങ്കഥയിൽ അപൂർവ വാക്കുകളും പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നു. അതേസമയം സാധാരണ ഭാഷയിൽ സാധാരണ വാക്കുകളും പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നു. 3. ഘടന. കടങ്കഥയിലെ ഭാഷ സാഹിത്യപരമായ ഘടനയുള്ളതാണ്. അതേസമയം സാധാരണ ഭാഷ ലളിതമായ ഘടനയുള്ളതാണ്. കഥയിലും കടങ്കഥ. ഉത്തരം: മഹാപണ്ഡിതനായ വരരുചി ഒരിക്കൽ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ വരരുചി പറഞ്ഞു, ഊണിന് 108 കൂട്ടം കറി വേണം, ഊണ് കഴിഞ്ഞാൽ 3 ആളെ തിന്നണം, 4 ആൾ ചുമക്കണം. ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റിക്കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു. അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം, കുളിച്ചിട്ട് വരാൻ പറയൂ. പണ്ഡിതന്റെ മകൾ പഞ്ചമി ബുദ്ധിമതിയായിരുന്നു. അവൾ ഇഞ്ചി വെച്ച് കറി ഉണ്ടാക്കി. ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ 108 കൂട്ടം കറി ആയി എന്നാണ് പ്രമാണം. ഊണ് കഴിഞ്ഞ് മുറുക്കാൻ കൊടുത്തു. മുറുക്കാനിൽ അടയ്ക്ക, വെറ്റില, പുകയില എന്നിങ്ങനെ 3 വസ്തുക്കളുണ്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞ് 3 ആളെ തിന്നുകയും ആയി. പിന്നെ മുറുക്കി കഴിഞ്ഞപ്പോൾ കട്ടിലിൽ കിടക്കുവാൻ പറഞ്ഞു. കട്ടിൽക്കാല് 4 ആണല്ലോ, അപ്പോൾ 4 പേർ വരരുചിയെ ചുമക്കുമല്ലോ. ഇങ്ങനെ ബുദ്ധിമതിയായ പഞ്ചമി ആ പ്രശ്നം പരിഹരിച്ചു. ഇതാണ് കഥ. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.